ദിവസം 400 രൂപയ്ക്ക് ഡീസൽ അടിച്ചിട്ട് 500 രൂപയോളം വാടക കൊടുത്തിട്ടാണ് ഓടുന്നത് അല്ലേ? എന്റെ സ്വന്തം വണ്ടിയാണ്. അങ്ങനെ ഓടുന്ന ഒരുപാട് വണ്ടികളുണ്ട്. വാടക കൊടുത്ത് ഈ പറയുന്ന 500 രൂപയ്ക്ക് ഡീസൽ അടിച്ച് 500 രൂപ വാടകയും കൊടുത്തിട്ട് പോകുന്ന ഒരുപാട് വാഹനങ്ങൾ ഓട്ടോറിക്ഷക്കാരുണ്ട്. ഇപ്പൊ തൃശ്ശൂർ നേരിടുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ബ്ലോക്കുകളാണ്. ഓട്ടോ ഇല്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയുണ്ട് കേട്ടോ? ഇപ്പൊ ഏതാനും ദിവസവും പാർട്ടിപരമായിട്ടുള്ള പരിപാടികളും ഇതൊക്കെ ആയിട്ട് റൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ വേറെ ബ്ലോക്ക്. ഓരോ ദിവസവും ഓരോ പരിപാടികളായിട്ട് റൗണ്ട് ബ്ലോക്ക് വരുന്നുണ്ട്. റൗണ്ടിലേക്ക് ഇവിടെ നിന്ന് ശക്തിന്ന് റൗണ്ടിലേക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഗുരുവായൂർ ഭാഗം പോകാൻ പറ്റുണ്ടോ? ഗുരുവായൂർ ഭാഗത്തിന്റെ കാര്യം പറയണ. പുഴക്കിലേക്ക് കടക്കാനായിട്ട് എത്താനായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അയ്യന്തോളിന്ന് പടിഞ്ഞാറ കോട്ട അങ്ങോട്ട് കടന്ന അയ്യന്തോള് വഴി കടന്നിട്ട് പുഴക്കിലേക്ക് എത്തണമെങ്കിൽ ഒരുപാട് സമയം. മണ്ണൂത്തിക്ക് പോകാൻ പറ്റും. ഒരു ദിവസം പേരാമംഗലത്തേക്ക് ഒരു വാടക പോയിട്ട് 1 മണിക്കൂറാ കടന്ന പുഴക്കിൽ. 1 മണിക്കൂർ. അതായത് മണിക്കൂർ എടുത്തു. 7:15 പേരാമംഗലത്തേക്ക് വാടക എടുത്തിട്ട് പുഴക്കിൽ നിന്ന് പെട്ടിട്ട് 9 മണി കഴിഞ്ഞു പേരാമംഗലത്ത് ദീപം. ഒരൊറ്റ കാര്യമുള്ളൂ. 3/4 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലങ്ങളില്, അതേപോലെ തന്നെ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് 4-5 മണിക്കൂർ യാത്ര ചെയ്യേണ്ട രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് ഓട്ടം കിട്ടുന്നില്ല. കാരണം എന്ന് പറയുകയാണെങ്കിൽ ആൾക്കാര് പർപ്പസ് ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അതേപോലെ തന്നെ ആൾക്കാര് വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കാരണം ഈ ജനങ്ങളുടെ ടാക്സ് കൊണ്ടാണ് ഗവൺമെന്റ് ഈ പണികളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ പണികൾ പോകണ്ടേ? ഒരൊറ്റ കാര്യം ആലോചിക്കുക. 1000 രൂപയ്ക്ക് ഓട്ടോ ഓടിക്കഴിഞ്ഞാൽ ഇവർക്ക് എത്ര മിച്ചം പിടിക്കാൻ പറ്റും? ഇവിടെ ഈ പണികൾ നടക്കുമ്പോ കടകൾ അടച്ചിടുന്നുണ്ടോ? ആ കടകൾ അടച്ചിടണ്. സ്റ്റാഫിന് കാശ് കൊടുക്കാൻ പറ്റില്ല. ഇപ്പത്തെ മറ്റേ ഇവിടെ കുറുപ്പൻ റോഡിൽ അറിയാലോ, മൈജിയുടെ ഷോറൂമിലടക്കം ഇൻസെന്റീവ് കിട്ടാനായിട്ട് വേറെ ഷോറൂമിലേക്ക് പോവേണ്ട രീതിയിലാണ് അവർ നിന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കച്ചവടക്കാർക്ക്, ഓട്ടോറിക്ഷക്കാരുടെ കാര്യം പറയണ്ട, അത്രയ്ക്കും ബുദ്ധിമുട്ടില്ല പോകുന്നത്. ഒരൊറ്റ കാര്യം പറയാം ഗവൺമെന്റിനോട്. നിങ്ങൾ ഈ ചെലവഴിക്കുന്ന കാശ് പട്ടിണി എടുക്കുന്നവൻ, ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ച് കഴിക്കുന്നവൻ, അതിൽ നിന്ന് പോലും കിട്ടുന്ന ടാക്സ് ആണ് നിങ്ങൾ ഈ ചെലവഴിക്കുന്നത്. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേണം വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ. അവന്റെ അന്നത്തെ അന്നത്തിൽ മണ്ണ് വാരിയിട്ടിട്ടുകൊണ്ടല്ല ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ കോർപ്പറേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് റോഡുകൾ പൊളിച്ചിട്ടുണ്ട്. സർവീസ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉരുളൻ കല്ലുകളാണ്. വണ്ടികളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ട്? ഇദ്ദേഹം സ്വന്തം വണ്ടിയാണ്. പക്ഷെ വാടകയ്ക്ക് ഓടുന്ന ആൾക്കാർ എത്ര കൊടുക്കുന്നുണ്ടോ? 500 രൂപ കൊടുക്കില്ലേ? ഒരു ദിവസം 2000 രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ 1000 രൂപ ഉണ്ടാവും. 1000 രൂപയിൽ ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ട്. ഒരു ദിവസം ഒരു ഫാമിലി നടന്നു പോകണമെന്നുണ്ടെങ്കിൽ 300 രൂപ ചെലവല്ലേ? പഠിപ്പ് കാര്യങ്ങള്, എക്സ്ട്രാ മരുന്നുകള്, കാര്യങ്ങള്, ഈ പറഞ്ഞ പോലെ ഒരാളായിരിക്കും ഒരു കുടുംബം മൊത്തം നോക്കുന്നുണ്ടാവാ. അപ്പോൾ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ജീവിതം തടസ്സപ്പെടുത്തലല്ല, അവരുടെ ജീവിതം സുഗമമാക്കുക. ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം നിസ്സാരമല്ല. ഓക്കെ, ഓട്ടോറിക്ഷക്കാരുടെ പ്രശ്നം നിസ്സാരമല്ല. ഇപ്പോ ഇപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്രില്ല് വെച്ചിട്ടുണ്ട്. ഈ ഗ്രില്ലിന്റെ ആവശ്യകത എന്താണെന്നുള്ളത് ഇപ്പോഴും പ്രായോഗികമായിട്ടുള്ള ആവശ്യകത എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ ബസ്സുകൾ ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമ്പോ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് എങ്ങനെയുണ്ട് കേട്ടോ? നല്ല ബ്ലോക്ക്. അതായത് ബ്ലോക്ക് വളരെയധികം കൂടി. ഉണ്ടാക്കിയെടുത്ത വികസന പ്രവർത്തനത്തിന്റെ പ്രായോഗികതയാണ് പറയുന്നത്. ബ്ലോക്ക് കൂടി. ഈ വാടാനപ്പള്ളി വണ്ടി, കുന്നംകുളം വണ്ടി, ഗുരുവായൂർ വണ്ടി എല്ലാം വന്നിപ്പോ ഇവിടെ വന്ന് ബ്ലോക്ക് ആയിട്ട് തിരിയണത്. നല്ല ബ്ലോക്കാ. ഇരുട്ടുകാലത്ത് വൈകുന്നേരം നേരത്തെ ഒടുക്കത്തെ ബ്ലോക്ക് വരും. അതായത് റോഡുകൾ ബ്ലോക്കുകൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ജനജീവിതം. ഇപ്പൊ തൃശ്ശൂരുള്ള ആൾക്കാർക്ക് അറിയാം, ടൗണിലേക്ക് വരണ്ട എന്നുള്ള തീരുമാനത്തിലാണ് കുറെ പേരൊക്കെ. ടൗണിലേക്ക് എന്തിനാ പോയിട്ട് ഇത്രയും നേരം സമയം ചെലവഴിച്ചിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് പറയണത്, കോർപ്പറേഷന്റെ ആൾക്കാരായാലും പോലീസുകാരായാലും പറയണത് വെച്ചാൽ ജനങ്ങൾ ഇതിലൂടെ ക്രോസ് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, ക്രോസ് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പൊ പറയണത്. പക്ഷെ അവര് ഇവിടെ ഈ അറ്റത്തിന് ആ അറ്റം വരെ നടന്നിട്ട് അവിടെ ഒരൊറ്റ കാര്യമുള്ളൂ, ജനങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള സീബ്ര ലൈൻ. അതായത് ഈ സീബ്ര ലൈൻ ഇല്ലേ, ഈ സീബ്ര ലൈൻ ക്രോസ് ചെയ്തിട്ടാണ് ഈ ഡിവൈഡറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. വികസന പ്രവർത്തനം കൊണ്ട് ഇവിടെ നടക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ട്രാഫിക്കിൽ ബ്ലോക്ക് കൂടുക എന്നുള്ളത് മാത്രമാണ്. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് കൂടുക എന്നുള്ളതാണ്. ഇവിടെ ജഡ്ജിനോ മന്ത്രിമാർക്കോ ഒന്നും ഒരു കുഴപ്പമില്ല. അവർക്ക് വഴിയൊരുക്കാനായിട്ട് ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബുദ്ധിമുട്ടത് സാധാരണ ജനങ്ങളാണ്. അതേ സാധാരണ ജനങ്ങളാണ് ടാക്സിലാണ് ഈ ദുരിതം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഓക്കെ, ബൈ.